إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ ഏതൊരു പ്രകൃതത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്, ആ പ്രകൃതത്തോട് പൂർണ്ണമായും യോജിക്കുന്നതായും അതിനെ സംരക്ഷിക്കുന്നതായും നിലകൊള്ളുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഇസ്ലാം എന്ന മതം സ്വീകരിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, വക്രതയില്ലാത്തവനായി നേരെ ചൊവ്വേ നീ അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കുക. കാരണം ഫിത്രത്തല്ലാഹില്ലതി ഫത്തറന്നാസ അലൈഹ, മനുഷ്യനെ ഏതൊരു പ്രകൃതത്തിലാണോ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രകൃതിയുടെ മതമാകുന്നു ഇസ്ലാം. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ യാതൊരു മാറ്റവുമില്ല, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ച ആ പ്രകൃതത്തോട്, മനുഷ്യ പ്രകൃതത്തോട് പൂർണ്ണമായും യോജിക്കുകയും മനുഷ്യത്വത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും വലിയ ശത്രുവായ ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ശത്രുതാ പ്രഖ്യാപനത്തിൽ അവൻ പറഞ്ഞത് വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, ഞാൻ മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും, അതിനുള്ള ആഹ്വാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതത്തെ അവർ മാറ്റിമറിക്കും. അപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ ശ്രമങ്ങളിലൊന്ന് മനുഷ്യൻ്റെ ഫിത്രത്തിനെ, അവൻ്റെ പ്രകൃതത്തെ, അവൻ്റെ സ്ഥായിയായ സ്വഭാവത്തെ മാറ്റിമറിക്കലാണ്. അതുകൊണ്ടാണ് ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നി ഖലഖതു ഇബാദി കുല്ലഹും ഹുനഫാ ഫഅതതുഹുമുശ് ശയാതീനു ഫജ്താലതുഹും അൻ ദീനിഹിം, എൻ്റെ അടിമകളെ മുഴുവൻ ഞാൻ സൃഷ്ടിച്ചത് ശുദ്ധ പ്രകൃതിയിലാണ്, നേരെ ചൊവ്വെ ചിന്തിക്കുന്ന, നേരെ ചൊവ്വെ നിലകൊള്ളുന്നവരായിട്ടാണ് എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് പിശാച് അവരുടെ അടുക്കൽ വരികയും ശരിയായ മതത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുകയും ചെയ്തു. ഈ ഹദീസിലെ പ്രയോഗത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. എന്താണത്? ആദ്യം പറഞ്ഞത് എൻ്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ പറയുന്നത് പിശാച് അവരെ എന്നാൽ മതത്തിൽ നിന്ന് തെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഏതൊരു പ്രകൃതത്തിലാണോ സൃഷ്ടിച്ചത് അതിനോട് 100% കടപിടിക്കുന്നതും യോജിക്കുന്നതുമാണ് ഇസ്ലാം എന്ന മതം. ഇസ്ലാമിൽ നിന്ന് എപ്പോഴാണോ തെറ്റിപ്പോകുന്നത് ആ വ്യക്തി മനുഷ്യ പ്രകൃതത്തിൽ നിന്ന് തന്നെയാണ് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ടാണ് പിശാച് മനുഷ്യനെ അവൻ്റെ ഫിത്രത്തിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിശാച് ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് സ്ത്രീ പുരുഷ വ്യത്യാസത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനം. ഇന്ന് ലോകത്ത് അധർമ്മത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ
ഏറ്റവും വലിയ ഒരു ദഅവത്തായി, ഒരു പ്രബോധനമായി പ്രഖ്യാപിച്ചത് എന്താണ്? സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെയാക്കുക, എന്നിട്ട് സ്ത്രീയെ പുരുഷനെ പോലെ ആക്കി തീർക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാനിലൂടെ വ്യക്തമാക്കി പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻസ. സ്ത്രീയെ പോലെ അല്ല പുരുഷൻ. പുരുഷൻ വേറെയാണ്, സ്ത്രീ വേറെയാണ്. എന്തിനാണ് അവരെ വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു സൃഷ്ടിച്ചത്? വഅന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ. ആണും പെണ്ണുമാകുന്ന ഇണകളായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആണ് ആണിന് ഇണയല്ല, പെണ്ണ് പെണ്ണിന് ഇണയല്ല. ആണ് പെണ്ണിനും പെണ്ണ് ആണിനുമാണ് ഇണ. അതല്ലാത്ത ഒന്ന് അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയിലില്ല. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് നിങ്ങൾ സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ വേണ്ടിയാണ്. അത് സ്ത്രീയും പുരുഷനും ഇണയാകുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അല്ലാത്തപ്പോൾ അത് കേവലമായ ഒരു പൈശാചിക വികാരം എന്നതിനപ്പുറത്ത് സമൂഹത്തിന് അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. മാത്രമല്ല, ഇണകളായി സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലിയദ്റഉകും ഫീ, നിങ്ങളിലൂടെ തലമുറകൾ ഉണ്ടായി വരണം, കുഞ്ഞുങ്ങളുണ്ടാകണം, മക്കളുണ്ടാവണം. അതിന് സ്ത്രീയും പുരുഷനും ഇണയായാലേ സംഭവിക്കൂ. സ്ത്രീ സ്ത്രീക്ക് ഇണയായാൽ, പുരുഷൻ പുരുഷന് ഇണയായാൽ ഇത് സംഭവിക്കുകയില്ല. എന്നാൽ പിശാച് വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ശുദ്ധ പ്രകൃതിയിലായിരുന്ന ആധുനിക തലമുറയിൽ പിശാചിന് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതാ പിന്നീട് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം വരുന്നു. അവിടെ മുതലാണ് പിന്നീട് സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും ഇണയായി കാണുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നത്. വലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് ചോദിക്കുകയാണ്, ലോകത്ത് ഇതുവരെ ഒരു സമൂഹവും ചെയ്തിട്ടില്ലാത്ത അങ്ങേയറ്റം മോശമായ ഒരു നീചവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടേതായ വികാരശമനത്തിനു വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച ഇണകളെ മാറ്റിയിട്ട് പുരുഷൻ പുരുഷനെ സമീപിക്കുകയാണോ? ഇതെന്തൊരു മോശമായ അവസ്ഥയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ സമൂഹത്തിന് പരിചയമില്ലാത്ത ആ നീചവൃത്തിക്ക് ആരംഭം കുറിച്ച ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചത് എങ്ങനെയാണ്? ശക്തമായ ഒരു ഭൂകമ്പമുണ്ടായി. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആകാശ ലോകത്തേക്ക് ഉയർത്തി, പിന്നീട് കീഴ്മേൽ മറിച്ചു. അതിനുശേഷം വലിയ തീയുടെ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിച്ചു. അങ്ങനെ ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുച്ചൂടും നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. കാരണം അല്ലാഹു നിശ്ചയിച്ച ഫിത്രത്തിൽ വളരെ വലിയ മാറ്റം വരുത്തുകയായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിന്റെ ആളുകൾ, ഇബ്ലീസിന്റെ സൈന്യങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നും കൊണ്ടുപിടിച്ച ശ്രമം നടത്തും ഈ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെയാക്കാൻ. ആദ്യം പുരുഷനെ പോലെ സ്ത്രീക്കും അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ ആളുകളായിരുന്നെങ്കിൽ പിന്നീട് അത് ഒന്നുകൂടി മുന്നോട്ട് പോയിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, വസ്ത്രത്തിലും സ്വഭാവത്തിലും മറ്റുമൊക്കെ അവർക്ക് ഒരേ രീതി സ്വീകരിക്കാമെന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിലൂടെ പിന്നീട് കടന്നു വന്ന് സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും കല്യാണം കഴിക്കാം, എന്ത് അരാജകത്വങ്ങളുമാകാം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ സംരക്ഷണം നൽകുന്നുണ്ട്, നിയമങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് നീങ്ങുന്ന വസീലകളെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅനല്ലാഹുൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ. പുരുഷനെ പോലെ തശബ്ബുഹ് കാണിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളെപ്പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന പുരുഷനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അത് കേവലം ബാഹ്യമായ വസ്ത്രധാരണ രീതിയിലും സ്വഭാവത്തിലുമുള്ള സാദൃശ്യപ്പെടലാണ് ഉദ്ദേശിച്ചത്. സ്ത്രീയെപ്പോലെ അനുകരിക്കുന്ന പുരുഷനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. പുരുഷനെ പോലെ അനുകരിക്കുന്ന സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിലുള്ളത്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സതൽ മർഅ വൽ മർഅത തൽബസു ലിബ്സതർ റിജാൽ.
പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു ശപിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പോൾ ബാഹ്യമായ രീതികളിലും ചേഷ്ടകളിലും വസ്ത്രധാരണത്തിൽ പോലുമുള്ള ഈ ഒരു സാദൃശ്യപ്പെടൽ വലിയ ശാപത്തിന് കാരണമായി തീരുമെങ്കിൽ അവിടെ നിന്നും പോയി ലൈംഗികാവയവങ്ങൾ വരെ മാറ്റിവെച്ച് ശരീരത്തിൻ്റെ പ്രകൃതിയിൽ തന്നെ പുരുഷനായവൻ സ്ത്രീയാകാനും സ്ത്രീയായവൾ പുരുഷനാവാനും ശ്രമിക്കുന്ന ഭയാനകരമായ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടുന്ന വളരെ വലിയ ഉത്തരവാദിത്വം ശുദ്ധ പ്രകൃതത്തിൻ്റെ മതമായ ഇസ്ലാമിൻ്റെ അനുയായികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദസ്തഹല്ലത് ഉമ്മത്തി സിത്തൻ ഫഅലൈഹിമുദ് ദമാർ. എൻ്റെ ഉമ്മത്ത്, ഈ സമൂഹം 6 കാര്യങ്ങളെ നിയമവിധേയമാക്കിയാൽ ആ സമൂഹം നശിക്കും, ആ ഉമ്മത്ത് നശിക്കും. ആ 6ൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദക്തഫർ റിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാ. പുരുഷൻ എനിക്ക് മറ്റൊരു പുരുഷൻ മതി, ഒരു പെൺകുട്ടി എനിക്ക് മറ്റൊരു പെൺകുട്ടി മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരികയും സമൂഹം അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ സമൂഹം നശിച്ചത് തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ ഭയാനകരമായ ആ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലാണ് നാം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. LGBT എന്ന പേരിൽ, അതേപോലെയുള്ള ഒട്ടനവധി പേരുകളുടെ പേരിൽ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വങ്ങളെ നിയമവൽക്കരിക്കുകയോ മനോഹരമാക്കി തീർക്കുകയോ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്ന മഴവില്ലെന്ന മനോഹരമായ കാഴ്ചയെപ്പോലും ലൈംഗിക വൃത്തികേടിൻ്റെ മറ്റൊരു അടയാളമാക്കി അവതരിപ്പിക്കുന്ന തലതിരിഞ്ഞ ഒരു സമൂഹം. അവിടെ നമ്മൾ നമ്മുടെ മക്കളെ സംരക്ഷിച്ചേ മതിയാകൂ. ചാനലുകളിലൂടെ, ഗെയിമുകളിലൂടെ, മറ്റു പ്രോഗ്രാമുകളിലൂടെ, സീരിയലുകളിലൂടെ, BTS എന്ന പേരിലോ അതല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന പേരിലോ അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ വീടുകളിലേക്ക്, മൊബൈൽ ഫോണിലൂടെ, TV-കളിലൂടെ നമ്മുടെ മക്കളിലേക്ക്, നിഷ്കളങ്കമായ ഹൃദയങ്ങളിലേക്ക് ഇത്തരം തോന്നിവാസങ്ങൾ കയറി വരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കണം. ഒരു വലിയ കുത്തൊഴിഞ്ഞ, ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ രക്ഷപ്പെടാൻ വേണ്ടി ലഭിക്കുന്ന കച്ചിത്തുരുമ്പിനെ എങ്ങനെയാണോ മുറുകെ പിടിക്കുന്നത്, അതിനേക്കാൾ ശക്തമായി ഇസ്ലാമിനെ, ഖുർആനിനെ, പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ബോധത്തോടുകൂടി നാം ഈ വിഷയത്തെ കാണുകയും മക്കളെ, സമൂഹത്തെ നാം ഉത്ബുദ്ധരാക്കുകയും ചെയ്യുക. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അർഹമിശ് ശൈഖ് സായിദ് والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق الرئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.